ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം, തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് സ്തനവേദനയെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ ശ്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. നമ്മൾ ഇന്നും ഇവിടെ സംസാരിക്കുന്നത് ബ്രസ്റ്റ് പെയിനെ പറ്റിയാണ്, അതായത് സ്തനവേദന. നമുക്ക് അങ്ങനെ സ്തനത്തിലൊരു വേദന, നീർക്കെട്ടും ഒക്കെ വരുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ടെൻഷൻ അത് ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്നുള്ളതാണ് പലരെയും ടെൻഷൻ അടിപ്പിക്കാറ്. ബ്രസ്റ്റിൻ്റെ പ്രശ്നമായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നവരിൽ 45% പേർക്കും ഉള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് പെയിൻ ആണ്. പക്ഷേ ബ്രസ്റ്റ് പെയിനെ നമ്മൾ എപ്പോഴും ക്യാൻസറുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് ചിന്തിക്കണം എന്നില്ല. ബ്രസ്റ്റ് പെയിന് ഒട്ടനേകം കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 5-6 കാരണത്തെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അനാവശ്യ ടെൻഷൻ, അനാവശ്യ ആങ്സൈറ്റികൾ ഒഴിവാക്കാൻ പറ്റും. എന്തിനെ പറ്റിയുള്ള അകാരണമായ ഭയം ഒഴിവാക്കാൻ അതിനെപ്പറ്റി വിശദമായി അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം. ആ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം ഓവർ ടെൻഷനായിട്ട് വരുന്ന ധാരാളം രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു തടിപ്പോ ഒരു ചെറിയ ലംബോ ഒക്കെ ബ്രസ്റ്റിലുണ്ടെങ്കിൽ അത് ക്യാൻസർ ആണെന്ന് ധരിച്ച് 6 മാസം വരെ ടെൻഷൻ അടിച്ച് നടക്കുക. അത് ഡോക്ടറെ കാണിച്ചാൽ അത് പരിശോധിച്ച് അതാണെന്ന് പറയുമെന്ന് വിചാരിച്ച് ഒരു ടെസ്റ്റിനും പോകാതെ ഒരു ഡോക്ടറെയും കാണിക്കാതെ സ്വയം ഇങ്ങനെ ഉരുകി ജീവിക്കുന്ന പേഷ്യൻസ് ധാരാളം ഉണ്ട്. അതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള അമിത ഭയം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യകരമായ ഒരു മാർഗ്ഗം. 75% സ്ത്രീകൾക്കും ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലുമൊക്കെ ബ്രസ്റ്റ് പെയിനും ബ്രസ്റ്റ് റിലേറ്റഡ് കംപ്ലയിൻസും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. നമുക്ക് ഒരുപാട് ഹോർമോണൽ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ബ്രസ്റ്റിൽ വേദന വരാം, നമുക്കൊരു ഹെവിനെസ്, ഒരു ഭാരം കൂടുതൽ തോന്നാം, ചെറിയ മുഴകൾ പോലെ തോന്നാം, ചൊറിച്ചിൽ വരാം, നിപ്പിൾ വേദന വരാം, ചെറിയ ഡിസ്ചാർജുകൾ വരാം. ഇതെല്ലാം നമ്മുടെ ഒരു ഹോർമോണൽ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ ഓവറായിട്ട് ഒരു ടെൻഷനിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബ്രസ്റ്റ് പെയിൻ വരാൻ ഏറ്റവും ഒന്നാമത്തെ ഒരു വിഭാഗം സൈക്ലിക്കൽ മസ്റ്റാൾജിയ എന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ആ ബാലൻസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പീരീഡ്സിന് കുറച്ച് തൊട്ട് മുൻപുള്ള 1-2 ആഴ്ച ഒരു ശരീരത്തിലൊരു നീർക്കെട്ട്, അത് ബ്രസ്റ്റിന് മാത്രമല്ല ശരീരം മൊത്തം ഒരു നീർക്കെട്ട്, കനം ഒക്കെ അധികമാവുന്ന ഒരവസ്ഥ വരാം. അത് ബ്രസ്റ്റ് എല്ലാവർക്കും വരണമെന്നില്ല. അതിനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത അത്രയും മസ്റ്റാൾജിയ എന്നാണ് ബ്രസ്റ്റ് പെയിൻ്റെ ഒരു മെഡിക്കൽ ടൈം. അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ട് ബ്രസ്റ്റ് പെയിൻ വരുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഡയറ്റിലുമുള്ള ഭക്ഷണത്തിലുമുള്ള ചെറിയ ചെറിയ പിഴകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബ്രസ്റ്റ് ടിഷ്യൂവിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് മസ്റ്റാൾജിക്ക് അത് കൂടുതൽ കാരണമാകുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി ഒന്ന് റെഡിയാക്കുക, കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക കൊണ്ട് സൈക്ലിക്കൽ മസ്റ്റാൾജിയ, പീരീഡ്സിനോടനുബന്ധിച്ച് മാസം തോറും ഉണ്ടാകുന്ന സ്തനവേദന നമുക്ക് 100% മാറ്റാൻ സാധിക്കും. രണ്ടാമത്തത് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ് എന്നായിരുന്നു മുൻപ് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊരു രോഗാവസ്ഥയായി പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് എന്ന് പറയാം. അതായത് ചെറിയ തടിപ്പുകൾ, ചെറിയ കല്ലിപ്പ്, മുഴകൾ, വേദനയോട് കൂടെ ബ്രസ്റ്റിൽ വരുന്നതിൻ്റെ ഒരു പേരാണിത്. ഇതൊരു രോഗമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അത് നമുക്കറിയാം, ബ്രസ്റ്റ് അതായത് നമ്മുടെ സ്തനം നിർമ്മിച്ചിരിക്കുന്നത് മിൽക്ക് ഡക്റ്റുകൾ, ബലൂൺ പോലെയുള്ള മിൽക്ക് ഡക്റ്റുകൾ, അതിനെ പൊതിഞ്ഞ് കൊഴുപ്പിൻ്റെ കോശങ്ങൾ, അതായത് ഫാറ്റ് ടിഷ്യൂസ്, അതിനെ ഫേമായി നിലനിർത്താൻ വേണ്ടിയുള്ള ഫൈബ്രസ് ടിഷ്യൂസ്, നമ്മുടെ ചകിരി പോലെ ഫൈബ്രസ് ആയിട്ടുള്ള ടിഷ്യൂസ്. ഈ 3 ഘടകങ്ങളാണ് ബ്രസ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്, ഈ 3 ഘടകങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതിൽ ഫൈബ്രസ് ടിഷ്യൂ, ഫാറ്റ് ടിഷ്യൂ ഒരു ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാതെ ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ അളവ് കൂടുന്നതിനെയും കൂടെ ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിന് ക്യാൻസറുമായിട്ടൊക്കെ ബന്ധം മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ പഠനങ്ങളൊന്നും അതും ക്യാൻസറുമായിട്ട് നേരിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
പക്ഷേ ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഒരു കൃത്യമല്ലാത്ത ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ഡയഗ്നോസിസിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് നമ്മൾ മാമോഗ്രാം എടുക്കുമ്പോൾ ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഉള്ളവർക്ക് മാമോഗ്രാമിൽ ക്യാൻസറസ് ലീഷനൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വിഷമം അനുഭവപ്പെടും. കാരണം ഇതിൻ്റെ ക്യാൻസറസ് ലീഷൻ എപ്പോഴും വൈറ്റ് ആയിട്ടാണ്. നമ്മൾ മാമോഗ്രാം പിക്ചറൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ അതിൽ ക്യാൻസറസ് എപ്പോഴും വെള്ള നിറത്തിലാണ് ഉണ്ടാവുക, ഫൈബ്രസ് ടിഷ്യൂവും വെള്ള നിറത്തിലായിരിക്കും. അപ്പോൾ വെള്ളം എത്രത്തോളം ഇമേജിൽ കൂടുന്നോ അത്രത്തോളം നമുക്ക് ക്യാൻസറസ് ലീഷൻസ് മിസ്സായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഡയഗ്നോസിസിനൊക്കെ ചെറിയ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നല്ലാതെ ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് വലിയൊരു അപകടകാരിയല്ല. അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് മാറ്റാനും സാധിക്കും. മൂന്നാമത്തെ ബ്രസ്റ്റ് ഫീഡിങ് സമയത്തുള്ള വേദനയാണ്. എല്ലാവർക്കും കുഞ്ഞ് പാല് കുടിക്കുന്ന ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ബ്രസ്റ്റിന് പലവിധ പ്രശ്നങ്ങൾ, നീർക്കെട്ട്, വേദനകളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത് തടയാനൊരു വഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും കുഞ്ഞ് പാല് കുടിക്കുമ്പം മുകളിൽ നിന്ന് താഴോട്ട് ബ്രസ്റ്റിന് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ മിൽക്ക് ഡക്റ്റിലൊക്കെ ചെറിയ ബ്ലോക്ക് വരുന്നതൊക്കെയാണ് ഇങ്ങനെയുള്ള തടിപ്പിനും ലംബിനുമൊക്കെ കാരണം. അപ്പോൾ അങ്ങനെ ചെറിയ ബ്ലോക്കൊക്കെ നമുക്ക് ഈ മസാജിലൂടെ തുടക്കത്തിൽ തന്നെ മാറ്റാൻ സാധിക്കും. എന്നിട്ടും നമുക്കൊരു സ്ഥലത്ത് പ്രത്യേക തടിപ്പ്, അകാരണമായ വേദന തോന്നുകയാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിച്ച് അതിനുള്ള നടപടികൾ വേഗം ചെയ്യേണ്ടതാണ്. കാരണം അങ്ങനൊരു മിൽക്ക് ഡക്റ്റ് ബ്ലോക്ക് ആവുകയും അത് ഇൻഫ്ലെയിംഡ് ആവുകയൊക്കെ ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു പോസ്റ്റ്നേറ്റൽ പീരീഡിൽ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി, നമ്മൾ അറിയാതെ എവിടെയെങ്കിലും തട്ടിപ്പോവുക, കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞ് തട്ടിപ്പോവുക, നമ്മൾ ചിലപ്പോൾ ഓർക്കണമെന്നില്ല. അങ്ങനെയുള്ള പലതരം ചതവുകൾ കൊണ്ടും ബ്രസ്റ്റ് പെയിൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിറവ്യത്യാസം, അങ്ങനെ ഒരു പ്രത്യേക ഏരിയയിൽ വേദനയൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ മുറിവെണ്ണ പോലെ അങ്ങനെ എന്തെങ്കിലും ചതവ് മാറാനുള്ള മരുന്നുകൾ വെക്കുക. കൂടുതൽ വേദന ഉണ്ടെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചാൽ 3-4 ദിവസം കൊണ്ടത് മാറുന്നതാണ്. എന്നിട്ടും മാറിയില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. നാലാമത്തത് ഒരു മസിൽ പെയിനാണ്. നമുക്കറിയാം ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ മസിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ബ്രസ്റ്റിനെ നമ്മുടെ ചെസ്റ്റ് നമ്മുടെ നെഞ്ചോട് ചേർക്കുന്ന ആ ഭാഗത്താണ് പെക്ടോറാലിസ് മേജർ എന്ന് പറഞ്ഞൊരു വലിയ മസിലുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭാരം ഉയർത്തുമ്പം, കുഞ്ഞിനെ എടുക്കുമ്പം, നമ്മൾ കൈകൊണ്ട് കൂടുതൽ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആ ഒരു മസിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മസിലിന് വരുന്ന നീർക്കെട്ടുകൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട്, കുറേ പണിയെടുക്കാതെ പെട്ടെന്ന് കുറച്ച് ഭാരമുള്ള പണികൾ എടുക്കുമ്പോഴൊക്കെ ആ മസിൽ പെയിൻ വരാം. അതും ബ്രസ്റ്റ് പെയിൻ ആയിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യുക. അതുപോലെ ഒരു കാര്യമാണ് കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന് പറയും. നമ്മുടെ വാരിയെല്ലുകൾ നമ്മുടെ ചെസ്റ്റിൽ മുന്നിലുള്ള സ്റ്റേണുമായിട്ട് ചേരുന്ന ഭാഗത്തുള്ള കാർട്ടിലേജിന് വരുന്ന ഇൻഫ്ലമേഷനാണ് കോസ്റ്റോകോൺട്രൈറ്റിസ്. പ്രത്യേകിച്ച് 20 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ എപ്പോഴും ബ്രസ്റ്റ് പെയിൻ പറയുമ്പം മേജർ ഒരു കാരണം ഇതായിട്ടാണ് കാണാറ്. അതായത് നമ്മൾ ഇവിടെ തൊണ്ടയുടെ ഒരു കുഴി ഉണ്ടല്ലോ, അതിൻ്റെ താഴെ 2 വിരൽ താഴേക്ക് അമർത്തി നോക്കുമ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ നമുക്ക് സൈഡിൽ അനുഭവപ്പെടും. അത് കോസ്റ്റോകോൺട്രൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇതും ബ്രസ്റ്റ് പെയിൻ ആയിട്ട് തന്നെയാണ് കുട്ടികൾ മിക്കവാറും പറയുക. അപ്പോൾ ഇത്തരം കാരണങ്ങളെല്ലാം ബ്രസ്റ്റ് പെയിനിലേക്ക് നയിക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കുക മാത്രമാണ് അതിൻ്റെ ഒരു പോംവഴി. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ടും ബ്രസ്റ്റ് പെയിൻ വരാം. അത് വളരെ കുറഞ്ഞ ശതമാനം മാത്രം, 0.5% അതിനുള്ള സാധ്യത പറയുന്നത്. അതായത് 200 പേർക്ക് വരുമ്പം ഒരാൾക്ക് മാത്രമേ അതിനുള്ളൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള വേദന വന്നാലും ഒരു ബ്രസ്റ്റ് എക്സാമിനേഷൻ മസ്റ്റാണ്. ഒരു ഡോക്ടറെ കാണിച്ച് എന്തുകൊണ്ടാണ് വേദന വന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇത് ബ്രസ്റ്റിൻ്റെ ഒരു ഘടന നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതോടെ നമുക്ക് ടെൻഷൻ മാറ്റിയിട്ട് ഇതിനെ ഒന്ന് സമീപിക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലേത് കാരണമാണെന്ന് ചിന്തിക്കുക. ബ്രസ്റ്റിനെ പറ്റി കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുക. എപ്പോഴും സംശയത്തോടെ നമ്മൾ ബ്രസ്റ്റിനെ നോക്കേണ്ട ഒരു കാര്യമില്ല. കുറച്ചുകൂടെ കോൺഫിഡൻ്റായി, കുറച്ചുകൂടെ റെസ്പെക്റ്റോടെ നമ്മൾ നമ്മുടെ ശരീരത്തെപ്പറ്റിയും അവയവങ്ങളെപ്പറ്റിയും ചിന്തിക്കുക. എന്ത് പ്രശ്നത്തിനും നമുക്ക് കൃത്യമായ പരിഹാരം കണ്ടുപിടിച്ച് മാറ്റാൻ പറ്റുന്നതാണ് ബ്രസ്റ്റിൽ വരുന്ന. ഈവൻ ക്യാൻസർ ആണെങ്കിൽ പോലും തുടക്കത്തിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 100% കൃത്യമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണത്. അപ്പോൾ അനാവശ്യമായി പേടിക്കാതിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് സ്തനവേദനയെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ.
ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.